റഷ്യയിലേക്ക് പോയ അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ടിനുവിൻ്റെ കുടുംബവും വലിയ ആശങ്കയിലാണ്. ടിനുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തെ അല്ലില്ലാതെ പോറ്റിയിരുന്നത് ഈ 25-കാരനായിരുന്നു. പക്ഷേ മകനെ ഇനി എന്ന് കാണാനാകുമെന്നറിയാതെ ഉള്ളുനീറുന്ന വേദനയാണ് മാതാവ് ന്യൂസ് 18നോട് പങ്കുവച്ചത്. ആ കുടുംബത്തിൻ്റെ കൂടി കാഴ്ച കാണാം. റഷ്യയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനുവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ടിനു 25 വയസ്സുകാരനാണ്. കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് പ്രിൻസിനും വിനീതിനുമൊപ്പം ടിനുവും റഷ്യയിലേക്ക് പോയത്. സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിലായിരുന്നു അവർ വിദേശത്ത് എത്തിയത്, റഷ്യയിൽ എത്തിയത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ടിനുവിന്റെ അമ്മ നമ്മോടൊപ്പം ചേരുന്നു. എപ്പോഴാണ് ടിനു അവസാനമായിട്ട് വിളിച്ചത്, നിങ്ങളോട് സംസാരിച്ചത്? ജനുവരി 29-ാം തീയതി വരെ വിളിച്ചിരുന്നു. വീഡിയോ കോളൊക്കെ ചെയ്യാം. അതിനുശേഷം ഇതുവരെയ്ക്ക് വിളയില്ല, ഒന്നുമില്ല. അവിടുത്തെ സാഹചര്യം എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്? അവിടുത്തെ മോൻ വിളിച്ചാലല്ലേ എന്തെങ്കിലും ആണെന്ന് പറയും, എൻ്റെ അടുത്ത് പറയുള്ളൂ. എന്നാൽ ഇതുവരെയ്ക്ക് മോൻ വിളിക്കുന്നില്ല. മോക്ക് മാത്രം മെസ്സേജ്, ഒരു മെസ്സേജ് എന്തരം ആർക്ക് മൊബൈൽ മേടിച്ച് മെസ്സേജ് മാത്രം എന്തരം അയച്ചെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കിതുവരെയ്ക്കും മോൻ വിളിച്ചിട്ടില്ല. അപ്പം എന്താണ് ഇപ്പം അവർ പറയുന്നത്? എന്താണ് ഇവരെ തിരികെ എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ? തിരികെ എത്തിക്കാന്നാണ് മിനിയാന്നൊക്കെ നിന്ന് മുരളീധരൻ സാറ് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് തന്നെ മക്കളെ കൊണ്ട് എത്തിക്കാന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എന്ത് ജോലിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഇവിടുന്ന് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മോളെ കടം മേടിച്ചാണ് കെട്ടിച്ചയച്ചത്. എന്നാൽ എൻ്റെ ഭർത്താവ് മരിച്ച് 3 വർഷമായി. അവൻ്റെ ഒരു സഹായം മാത്രമേ വീട്ടിലുള്ളൂ, വേറെ സഹായമില്ല. അവനെ നമ്പിയാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളും ഉള്ളത്. വേറെ ആരും ഇല്ല ഇവിടെ. എന്ത് ജോലി അവിടെ? ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് പോയത് സെക്യൂരിറ്റി ജോലി എന്നാണ് പറഞ്ഞത്. സെക്യൂരിറ്റി ജോലി പാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അന്ന് അവിടെ പോയി എന്തൊരു ജോലി. പിന്നെ പ്രിൻസിന്റെ വെടിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരെ ചിത്രത്തിലേക്ക് കൊണ്ടുപോയെന്ന്. പ്രിൻസ് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരെയും മോനെയും കൂടെ കൊണ്ടുപോയെന്ന്. എന്തായാലും സെക്യൂരിറ്റി ജോലിക്ക് എന്ന പേരിൽ റഷ്യയിൽ എത്തിയ ശേഷം പിന്നീട് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. ഇവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്ന ഉറപ്പ് ഈ കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ടിനുവിന്റെ കുടുംബവും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.